റാപ്പർ വേടനുമായുള്ള തെളിവെടുപ്പ് പൂർത്തിയായി. വൈറ്റിലയിലെ ഫ്ളാറ്റിലെത്തിച്ചായിരുന്നു തെളിവെടുപ്പ്. സെർച്ച് പൂർത്തിയായി, നടപടിക്രമങ്ങൾ പൂർത്തിയായി, മാസ്റ്റർ തയ്യാറാക്കി ഞങ്ങൾ തിരിച്ചു. ഇല്ല വൈൽഡ് ലൈഫുമായിട്ട് ബന്ധപ്പെട്ട ആർട്ടിക്കിൾസ് ഒന്നും അവൻ്റെ അടുത്ത് കണ്ടിട്ടില്ല. അതെ, തീർച്ചയായിട്ടും അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ ഏറ്റുവാങ്ങിയതിൻ്റെ ഭാഗമാണ്. ഇനി ഞങ്ങളുടെ തന്നെ കസ്റ്റഡി സ്റ്റേഷനിൽ തന്നെ ഞങ്ങളുടെ ഇപ്പോൾ ഫോറസ്റ്റ് കസ്റ്റഡിയിലാണ്. അതെ, ഉണ്ട്. അത് ഇന്ന് രാത്രി അല്ലെങ്കിൽ നാളെ രാവിലെ. വിവരങ്ങളുമായി അജിത് ബാബു ചേരുന്നുണ്ട്. അജിത്ത്, ഉദ്യോഗസ്ഥർ പറയുന്നത് തെളിവുകളൊന്നും അവിടെ നിന്ന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലെന്നാണ്. അപ്പോൾ തെളിവെടുപ്പ് ഇനിയും തുടരുമോ? എന്തൊക്കെയാണ് വിശദാംശം? അഖില, പുറത്തേക്ക് മറ്റ് തെളിവുകളൊന്നും തന്നെ മുറിയുടെ പരിശോധനയിൽ നിന്ന് തെളിവെടുപ്പ് സംഘത്തിന് ലഭിച്ചിട്ടില്ല. ഇത്തരത്തിൽ മറ്റ് തെളിവുകളൊന്നും ലഭിച്ചിട്ടില്ല. അതാണ് ഇത്തരത്തിൽ ഉദ്യോഗസ്ഥൻ പറഞ്ഞത്. മറ്റ് തെളിവുകളൊന്നും ലഭിച്ചിട്ടില്ല എന്ന് അദ്ദേഹം സൂചിപ്പിച്ചത്. മാത്രമല്ല, ഇനി ഇതുമായി ബന്ധപ്പെട്ട് തൃശ്ശൂരിലെ ജൂവലറിയിൽ എത്തിച്ച് ഇത്തരത്തിൽ തെളിവെടുപ്പ് നടത്തേണ്ടതുണ്ട്. അതിനായി ഇന്ന് രാത്രിയിലോ നാളെ രാവിലെയോ വേടനുമായി ഇത്തരത്തിൽ തൃശ്ശൂരിലേക്ക് പുറപ്പെടുമെന്നും സംഘം അറിയിച്ചിട്ടുണ്ട്. ഏതാണെങ്കിലും ഇവിടുത്തെ പരിശോധന പൂർത്തിയായിരിക്കുന്നു. നമുക്കറിയാം, വലിയ തരത്തിലുള്ള ചോദ്യങ്ങൾ അടക്കം ഉയരുന്ന പശ്ചാത്തലത്തിലാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ നിന്നൊക്കെ വേടന് വലിയ തരത്തിലുള്ള പിന്തുണ ഉയരുന്ന ഘട്ടത്തിലാണ് ഇപ്പോൾ ഈ തെളിവെടുപ്പ് ഉൾപ്പെടെ പൂർത്തിയായിട്ടുള്ളത്. അദ്ദേഹം ചോദ്യങ്ങളോടൊന്നും പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. താഴെ തന്നെ ആൽബം റിലീസാകുന്നുണ്ട്, പുതിയ റാപ്പ് സോങ് റിലീസാകുന്നുണ്ടെന്ന് പറഞ്ഞു. ആ റാപ്പ് സോങ്ങിന്റെ പേര് മൗന ലോ എന്നാണ്. അതായത് ലോകത്തെ ഇപ്പോൾ ആക്റ്റീവ് ആയിട്ടുള്ള വോൾക്കാനോ, അഗ്നിപർവ്വതങ്ങളിൽ ഒന്നാണ്. ആ പേരാണ് ഇത്തരത്തിൽ ആ റാപ്പ് സോങ്ങിന് ഇട്ടിരിക്കുന്നത്. അതുകൊണ്ട് അത് റിലീസാകുന്നുണ്ടെന്നുള്ള കാര്യം അറിയിച്ചു. മറ്റ് വിശദാംശങ്ങളൊന്നും പറഞ്ഞില്ല. ഈ ഇത്തരത്തിൽ രഞ്ജിത്ത് കുമ്പടിയുമായി ബന്ധപ്പെട്ട് അറിയാമോ എന്നുള്ള ചോദ്യത്തിന് ഉൾപ്പെടെ എനിക്ക് ആരെയും അറിയില്ല എന്നുള്ളൊരു തരത്തിലുള്ള മറുപടിയാണ് അദ്ദേഹം നൽകിയിട്ടുള്ളത്. ഏതാണെങ്കിലും അന്വേഷണ സംഘത്തോട് നിലവിൽ പറഞ്ഞിരിക്കുന്നത് തനിക്കിത് സമ്മാനമായി ലഭിച്ചതാണ്, പുലിപ്പല്ല് ലഭിച്ചത്. അതിനുശേഷം മറ്റൊരു തരത്തിലുള്ള അറിവുകൾ തനിക്കതുമായി ബന്ധപ്പെട്ടില്ല എന്നുള്ളതാണ് വേടൻ പറഞ്ഞിരിക്കുന്നത്. അന്വേഷണ സംഘം തെളിവെടുപ്പ് തുടരുകയാണ്. റാപ്പർ വേടനുമായുള്ള തെളിവെടുപ്പ് ഇന്നത്തേക്ക് പൂർത്തിയാക്കിയിരിക്കുന്നു. കൂടുതൽ തെളിവുകളൊന്നും അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടില്ല. അജിത് ബാബുവാണ് വിവരങ്ങൾ നൽകിയത്.